മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി മലയാളിയുടെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ എം ജി ശ്രീകുമാറാണ്. അദ്ദേഹത്തിനൊരു മുഖവരിയുടെ കാര്യമില്ല. ആയിരക്കണക്കിന് സിനിമാ ഗാനങ്ങൾ, നൂറുകണക്കിന് വേദികൾ, മലയാളി ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഗായകൻ. അദ്ദേഹത്തിൻ്റെ ഈ സംഗീത ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇവിടെ ഓർമ്മിക്കാനുണ്ടാവും. ഒപ്പം തന്നെ സംഗീതത്തോടൊപ്പം സംഗീത സംവിധാനവും സിനിമയിലെ അഭിനയവും ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന, കാരുണ്യപൂർവ്വം തൻ്റെ പ്രേക്ഷകരെയും മനുഷ്യരെയും കാണുന്ന ശ്രീ എം ജി ശ്രീകുമാർ ഇവിടെ ഹൃദയം തുറന്ന് സംസാരിക്കുന്നു. ശ്രീ എം ജി ശ്രീകുമാറിന് സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. താങ്കൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം എത്രയോ കാലമായി താങ്കളുടെ പാട്ടുകൾ കേട്ടാണ് മലയാളി ഉണരുന്നതും ഉറങ്ങുന്നതും. എത്ര വർഷമായി യഥാർത്ഥത്തിൽ? ഇപ്പോൾ പലരും അത് കണക്കൂട്ടി വെച്ചിട്ടുണ്ടാവും. പക്ഷേ എത്ര വർഷമായി കാണും ഈ സംഗീത സബരിയ തുടങ്ങിയിട്ട്? ഇപ്പോൾ 31 വർഷമായി. 31 വർഷമായിട്ട് ഞാൻ ഈ സിനിമ സംഗീത വിഭാഗം പാടുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ഷന് പല രീതിയിലും, പിന്നെ ഡിവോഷണൽ ആൽബംസ് ഉണ്ട്. അങ്ങനെ തമിഴിലും പാടിയിട്ടുണ്ട്, ഹിന്ദിയിലും പാടിയിട്ടുണ്ട്, കന്നഡ, തെലുങ്ക്. അതിലൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. എങ്കിലും മലയാളമാണ് എൻ്റെ ആസ്ഥാനം. താങ്കൾ ഈ ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടുന്നു. ഒപ്പം തന്നെ ഒരുപാട് അംഗീകാരങ്ങളും താങ്കളെ തേടിയെത്തിയിട്ടുണ്ട്. ദേശീയ അവാർഡുകൾ, സംസ്ഥാന അവാർഡുകൾ, അന്താരാഷ്ട്ര അവാർഡുകളൊക്കെ തേടിയെത്തിയിട്ടുണ്ട്. ഏതൊക്കെ അവാർഡുകളാണ് താങ്കളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അവാർഡുകൾ? മനസ്സിൽ തങ്ങി നിൽക്കുന്ന അവാർഡ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ പ്രേക്ഷകരുടെ കയ്യടിയാണ് ഏറ്റവും വലിയ അവാർഡ്. അതിപ്പോൾ ഒരു പക്ഷേ ഒരു നാഷണൽ അവാർഡോ അല്ലെ സ്റ്റേറ്റ് അവാർഡോ അല്ലെ കേരളകൗമുദിയുടെ അവാർഡൊക്കെ എനിക്ക് ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. ഓഫ്കോഴ്സ് അവാർഡ് ഒരു പ്രചോദനമാണ്. എല്ലാ കലാകാരന്മാർക്കും ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാകുന്നൊരു സ്പിരിറ്റ്, ഇനി അടുത്ത കുറച്ചുകൂടെ വർക്ക് ചെയ്യണം എന്നുണ്ടാകുന്ന ഒരു പ്രചോദനമാണ്. പക്ഷേ എങ്കിലും ഈ അവാർഡിനെക്കാട്ടിലെല്ലാം ഉപരി ഞാൻ ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്നൊരു, പ്രാധാന്യം കൊടുക്കുന്നൊരു കാര്യം ഈ ജനങ്ങളുടെ രണ്ട് കൈയും നീട്ടിയുള്ള കയ്യടിയും അവരുടെ സ്നേഹമാണ്. കാരണം അവരില്ലെങ്കിൽ ഒരു കലാകാരനുമില്ല. അല്ലെ, മലയാളി സാധാരണ കൈയടിക്കുന്നതിൽ വളരെ ലുപ്തി കാണിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ താങ്കളുടെ കാര്യത്തിൽ അത് വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. ഒരുപാട് കയ്യടി കിട്ടുന്നൊരു കലാകാരനാണ് താങ്കൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ ഇന്ന് വരെ പാടിയിട്ടുള്ള, എനിക്ക് എത്ര സ്റ്റേജസ് ഞാൻ പാടിയിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ 1983, 84 തൊട്ട് ഞാൻ പിന്നെ കേരളത്തിലും വിദേശത്തും ഇഷ്ടംപോലെ പ്രോഗ്രാംസ് നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ എത്ര പ്രോഗ്രാംസ് ഞാൻ നടത്തിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പാടിയിരിക്കുന്നത്. കാരണം ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, അവർ പറയുന്ന ഇപ്പം ജെയിംസ് ഒരു പ്രേക്ഷകൻ്റെ രൂപത്തിൽ എവിടെയെങ്കിലും ജർമ്മനിയിലോ എവിടെയെങ്കിലും ഇരുന്നിട്ട് എൻ്റെ അടുത്ത് പറയണം, ശ്രീകുമാർ ആ പാട്ടൊന്ന് പാടണം എന്ന് പറഞ്ഞാൽ ഞാൻ പാടും. എനിക്കറിയാമെങ്കിൽ. എനിക്ക് അറിഞ്ഞുകൂടാതെ മറ്റേതെങ്കിലും ഗായകൻ പറഞ്ഞ പാട്ട് പാടാൻ പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. എങ്കിലും അതറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ദാസൻ്റെ പാട്ടുകളൊക്കെ ആണെങ്കിൽ അറിഞ്ഞുകൂടാത്ത കൊച്ചുകുട്ടികൾ പോലും ഇല്ല. അപ്പോൾ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പാടും. അത് എന്നെ പഠിപ്പിച്ച എൻ്റെ ജ്യേഷ്ഠനാണ്. ഞാൻ ഏകദേശം 10-14 വർഷം എം ജി രാധാകൃഷ്ണനാണ്. 14-15 വർഷം ചേട്ടൻ്റെ കൂടെ കച്ചേരിക്ക് കേരളത്തിലെ വിവിധ അമ്പലങ്ങളിലും ആരാധനകളിലും പള്ളികളിലും പോയി പാടിയിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഞാൻ പുറയിൽ നിന്ന് തമ്പുരുമിട്ടുകയും അതിനുശേഷം കൂടെ പാടുകയും, അപ്പോൾ എല്ലാം എനിക്ക് ഈ സ്റ്റേജ് എക്സ്പീരിയൻസ്, ഹൗ ടു ഡീൽ വിത്ത് ദ പബ്ലിക് എന്ന് പറയുന്ന, ഞാൻ നേരത്തെ സൂചിച്ചാൽ അവരാണ് നമ്മളെ എങ്ങോട്ട് ഏത് ദിശയിൽ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത്. നമ്മളൊരു പാട്ട് പാടിയാൽ കൊള്ളാം, ഇപ്പോൾ ഒരു പക്ഷേ സ്റ്റുഡിയോയിൽ ഞാൻ പാടുമ്പോൾ എനിക്ക് കൊള്ളാമെന്ന് തോന്നുന്നത് അത് പബ്ലിക്കിന് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇംഗിതമനുസരിച്ച് പാടണം എന്ന് എൻ്റെ ചേട്ടൻ എന്നെ പഠിപ്പിച്ചത്. അത് ചേട്ടൻ ചിലപ്പോൾ പോകാറുള്ളപ്പോഴത്തെ പണ്ട് കച്ചേരിക്ക് പോകുമ്പോൾ ചേട്ടൻ അന്ന് ലളിതഗാനങ്ങളിൽ, ഞാനൊരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയുന്നു, ഭയങ്കര പ്രസിദ്ധനാണ്. മുത്തുകൊണ്ടെൻ്റെ മുറം നിറഞ്ഞു, പവിഴം കൊണ്ടെൻ്റെ പറ നിറഞ്ഞു, അത് പിന്നെ ഘനശ്യാമ സന്ധ്യാഹൃദയം ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും. പിന്നെ അതുപോലത്തെ ഒരുപാട് പാട്ടുകളുണ്ട്.
അങ്ങനെ ലളിതഗാന ശാഖയുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കച്ചേരിക്ക് ചെല്ലുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ കാറിൽ പോകുമ്പോൾ പ്ലാൻ ചെയ്യാറുണ്ട്, ഇന്ന് നമുക്ക് പുതിയൊരു എന്താണ് ഒരു വർണ്ണമോ അല്ലെന്നുണ്ടെങ്കിൽ പുതിയൊരു കീർത്തനം പാടും, അതൊക്കെ പഠിച്ചപ്പം കൃഷ്ണൻകുട്ടി സാറ്, മാവേലിക്കര കൃഷ്ണൻകുട്ടി സാറൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ പോകുമ്പോൾ നിറച്ച ആൾക്കാർ കാണും. അപ്പോൾ വേദിയിൽ ചെന്നങ്ങോട്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ആദ്യം തുടങ്ങുന്നതിന് മുമ്പേ ആദ്യം കേൾക്കുന്നത് ലളിതഗാനം പാടണേ, സിനിമ പാട്ട് പാടണേ എന്ന് വിളിക്കുന്നതാണ്. അപ്പോൾ ചേട്ടൻ പതുക്കെ കൃഷ്ണൻകുട്ടി സാറിൻ്റെ അടുത്ത് പറയും, എല്ലാം പോയി കേട്ടോ, പ്രശ്നമാ ചേട്ടാ, നമുക്ക് വേറൊരു സായല് പിടിക്കാം, മേൽസായല് പിടിക്കാം, ഞങ്ങളുടെ കച്ചേരി കോഡാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ വാതവിഗണപതിം ഭജേഹം വാതവിഗണ ആ ഒരു കാലപ്രമാണ്. അത് മേൽസായ അപ്പൊ ജനങ്ങൾക്ക് ആ പേസിൽ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ആ മൂസം ചങ് ചൊക്കെ ഒന്ന് അതൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു എന്താണ് ഒരു സുഖം കിട്ടും കേൾക്കാൻ. അങ്ങനെ അവരെ സൂചിപ്പിച്ചുകൊണ്ട് ഏകദേശം 2 മണിക്കൂർ പോയിട്ട് ഒരു തനിയാവർത്തനം കഴിഞ്ഞ് ലളിതഗാനം പാടി ആൾക്കാർക്ക് കച്ചേരി ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്, ഇത് കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു. കാരണം അങ്ങനെ ഒരു ട്രെൻഡ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ കച്ചേരിയെ മുമ്പോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ച വ്യക്തികളാണ് ദാസേട്ടനും MG രാധാകൃഷ്ണനും. ദാസേട്ടൻ ഒരു വലിയ സിനിമാ ഗായകൻ എന്നുള്ള രീതിയിൽ ജനങ്ങൾ അതായത് എന്താണ് 10-20 വയസ്സുള്ള ചെറുപ്പക്കാർ ഗാനമേള കേൾക്കാതെ അതിന് പോയിരിക്കും. അപ്പം ദാസേട്ടൻ പാട്ട് കേട്ടിട്ട് അങ്ങനെയാണ് ഈ കച്ചേരി കുറച്ച് ഇമ്പോർട്ടൻസ് വന്നത്. പക്ഷെ അതിപ്പോൾ ഇല്ല, അത് വളരെ അല്ല. താങ്കൾ ഈ കച്ചേരിയുടെയും ശാസ്ത്രീയ സംഗീതത്തിനും കാര്യം പറഞ്ഞപ്പോൾ താങ്കളുടെ കുടുംബം ഒന്നാകെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ആൾക്കാരാണ്. ഓമനക്കുട്ടി ടീച്ചറും ചേട്ടന് MG രാധാകൃഷ്ണനൊക്കെ ദാസേട്ടനും ഒരു കാലം ഇതിൻ്റെ കൂടെയായിരുന്നു. പക്ഷെ താങ്കൾക്ക് ഇത്രയും പ്രതിഭ ഉണ്ടായിട്ടും താങ്കൾ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഭാഗത്ത് പോയില്ല. അതെന്താണ് അങ്ങനെ ഒരു ഇനി പോകാൻ പരിപാടിയുണ്ടോ? ഞാൻ പോകാൻ ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ ഒരെണ്ണം പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് ശാസ്ത്രീയ സംഗീതം അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അവരിപ്പോൾ എൻ്റെ ചേട്ടനെ പോലൊന്നും എനിക്ക് അത്രയും പാണ്ഡിത്യമൊന്നുമില്ല. പക്ഷെ ചേട്ടന് ഇതിപ്പോൾ നമ്മളിപ്പോൾ എല്ലാം മനസ്സിലാക്കേണ്ട, ഇപ്പം ഒരു വിദ്യാർത്ഥി ഒരു സാറിൻ്റെ കീഴിൽ ഏകദേശം 10 വർഷം പഠിച്ചുകൊണ്ടൊന്നും ആയില്ല. തിയററ്റിക്കൽ നോളജ് ഈസ് നത്തിങ്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. തിയററ്റിക്കൽ നോളജ് എന്ന് പറയുന്നത് വേണം. പക്ഷെ പ്രാക്ടിക്കൽ നോളജാണ് ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത്. കാരണം ഒരു സദസ്സിൽ ഇപ്പോൾ ചേട്ടൻ പാടുമ്പോൾ സൈഡിലിരുന്നുകൊണ്ട് ഞാനും കൂടെ പാടുക. അപ്പോൾ ഞാൻ എത്രയോ സ്റ്റേജസിൽ, എനിക്ക് തന്നെ ഓർമ്മയില്ല, ഈ കേരളത്തിലുടനീളം കാസർഗോഡ് തൊട്ട് എത്രയോ അമ്പലങ്ങളിൽ എന്തെല്ലാം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ കച്ചേരിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ അങ്ങനെ പാടി എനിക്ക് ഒരുവിധപ്പെട്ട കീർത്തനമൊക്കെ അറിയാം. ഇനി അതിനെ ഒന്ന് പൊടി തട്ടിയെടുത്ത് കുറച്ച് എന്താണ് പറയുക, അതിൻ്റെ ചിട്ടവട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്വരവും രാഗവിസ്താരവും ഒക്കെ ആയിട്ട് എനിക്കിപ്പോൾ ഒരു ഓഫർ വന്നിട്ടുണ്ട്. കാരണം അമേരിക്കയിൽ ഒരു 16 ഷോ ശാസ്ത്രീയ സംഗീതം, അത് അവർ ചോദിച്ചിരിക്കുന്നത് മഞ്ജു വാര്യരുടെ ഡാൻസ് ഒരു 1 മണിക്കൂറും 2 മണിക്കൂർ എൻ്റെ ക്ലാസിക്കൽ. അതൊരു വലിയൊരു മാറ്റമായിരിക്കുമല്ലോ. ഞാൻ മഞ്ജുവിൻ്റെ അടുത്ത് ചോദിച്ചു, പക്ഷെ മഞ്ജു വേറെ ഒരു വ്യക്തിക്ക് വേണ്ടി കരാറ് കൊടുത്തിരിക്കുകയാണ്. ഒരു പക്ഷെ മാറിക്കഴിഞ്ഞാൽ അത് നടക്കില്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ ഫോം ഓഫ് ഡാൻസ് ആൻഡ് എൻ്റെ ഒരു കച്ചേരി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് കിട്ടും. ഞാനൊരു 10 ഇപ്പോൾ ഒരു കച്ചേരി കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു കച്ചേരി നിന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രോഗ്രാം കിട്ടി, പിന്നെ 4 മാസം കഴിഞ്ഞുള്ളെങ്കിൽ ഇതിൻ്റെ ടച്ച് വിട്ടു. പക്ഷേ സിനിമാ പാട്ട് അങ്ങനെയല്ല. സിനിമാ പാട്ട് ഏത് പാതിരാത്രി വിളിച്ചിട്ട് പാടാൻ പറഞ്ഞാലും എനിക്ക് ഓക്കെയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ശാസ്ത്രീയ സംഗീതം പാടാൻ പറ്റൂ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എനിക്കത് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക, എനിക്ക് അങ്ങനെ ഒരു സ്റ്റേജ്, ഒരു 16 സ്റ്റേജ് ആകുമ്പോൾ അടുപ്പിച്ച് 1 മാസം പാടുമ്പോൾ ഒരു സംഗീത ലോകത്തിന് നന്നായിരിക്കും, താങ്കൾക്കും ഒരു മാറ്റമായിരിക്കും. ഞാനിപ്പോൾ ആദ്യം നോക്കുന്ന എൻ്റെ ബേസിക് ആയിട്ടുള്ള എന്നിലുള്ള പാടാനുള്ള ഒരു കഴിവ് ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക എന്നുള്ളത്, ക്ലാസിക്കൽ മ്യൂസിക് പാടാൻ. അപ്പോൾ താങ്കൾ ഈ ഒരുപാട് പാടിയിട്ടുണ്ട്, ഏതാണ്ട് ഇപ്പോൾ 4000-ൻ്റെ അടുത്തൊക്കെ വന്നു കാണും. പക്ഷെ താങ്കൾ ഇത് എണ്ണിയിട്ടുണ്ടോ? എത്ര വേദികളിൽ ഇത് അവതരിപ്പിച്ചു എന്നുള്ളത് എണ്ണിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ എണ്ണാത്തത്? സാധാരണ എല്ലാവരും ഇതിപ്പോൾ എന്നായിരിക്കും വേൾഡ് റെക്കോർഡ് ആവുന്നതെന്നൊക്കെ ചോദിച്ച്
എണ്ണുന്നൊരു കാലമാണ്. എന്തെങ്കിലും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ? എണ്ണാൻ പാടില്ല എന്നുണ്ടോ? കൊച്ചിലെ എൻ്റെ അടുത്ത് ആരോ അങ്ങനെ പറഞ്ഞു. കാരണം അതായത് നിങ്ങളിങ്ങനെ പോകുന്നൊന്നും എണ്ണി വെക്കരുത്, എണ്ണി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു എണ്ണരുത്, എണ്ണിയെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ ഒരു ധാരണ ആര് പറഞ്ഞു തന്നാലും എനിക്ക് അറിഞ്ഞൂടാ. അത് കാരണം ഞാൻ പാടുന്ന പാട്ടുകൾ എണ്ണാറില്ല, പിന്നെ ഞാൻ പോകുന്ന പ്രോഗ്രാംസ് ഞാൻ എണ്ണാറില്ല, എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ പാടുന്ന പാട്ടുകളൊക്കെ ഇപ്പോൾ റെക്കോർഡ് ചെയ്തല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇപ്പോൾ പുതിയ ടെക്നോളജിയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ആരെങ്കിലും അറിയാമെന്നുള്ളതല്ല, അത് മുഴുവൻ അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് കൂടുതലും ഈ റേഡിയോ കൂടി പാട്ട് വരുമ്പോൾ ഇത് കൊള്ളാൻ, ഇത് ഞാൻ പാടിയാണല്ലോ, അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ ആലോചിക്കും അത് ഏത് സ്റ്റുഡിയോയിലായിരുന്നു, കിട്ടത്തില്ല, ഓർമ്മ കിട്ടത്തില്ല. ഏതെങ്കിലും ഒരു ആരാധകൻ താങ്കളുടെ പാട്ടുകൾ മുഴുവൻ താങ്കളെ തുടക്കം മുതൽ ഇഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ തപ്പിയെടുത്ത് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിലോ? ഉണ്ടായിരിക്കാം. കാരണം അങ്ങനെ ഒരു റിക്വസ്റ്റ് നടത്തിക്കൂടെ? അങ്ങനെ ഉണ്ടെങ്കിൽ പ്ലീസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിധിയായിരിക്കും. കാരണം ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പം ഇത് മാത്രമല്ല, ഞാൻ നാടകഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില പ്രാദേശിക അമ്പലങ്ങൾക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട്. പിന്നെ രാഷ്ട്രീയ ഇതിനകത്ത് LDFനും UDFനും BJPക്കും എല്ലാവർക്കും വേണ്ടി പാടിയിട്ടുണ്ട്. നാടൻ പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിലുള്ള വിവിധ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ കിട്ടി. പിന്നെ ഒരുപാട് സിനിമകൾ, ഇറങ്ങാത്ത സിനിമകളിലെ പാട്ടുണ്ട്. അത് കണ്ടമാനം കാസറ്റൊക്കെ ഇറങ്ങിക്കാണ്. പണ്ട് കാസറ്റല്ലേ, അപ്പോൾ ആ കാസറ്റൊക്കെ അങ്ങ് പോവും. ഇപ്പോഴീ CD ആയതുകൊണ്ട് ഇറ്റ് ക്യാൻ ബി പ്രിസർവ്ഡ് ഈസിലി. ഇപ്പം പ്രിസർവ് ചെയ്ത് വയ്ക്കാൻ എളുപ്പമുണ്ട്. മറ്റേത് ചെറിയ ടേപ്പ് ആകുമ്പോഴത്തേക്ക് പൂപ്പലെടുത്തിട്ട് അതങ്ങ് നശിച്ചു പോകാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഞാൻ എണ്ണാറില്ല. താങ്കൾക്ക് 2 ദേശീയ അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതെ, ഒന്ന് മറ്റേ ചാന്തുപൊട്ട് ചങ്കയിലസും ചാർത്തി വരുന്നവരെ, പിന്നെ മറ്റേ നാദരൂപിണി. ഈ ദേശീയ അവാർഡ് കിട്ടിയ പാട്ടുകളാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാട്ടാണോ മനസ്സിൽ? ഇപ്പോൾ ആയിരക്കണക്കിന് പാട്ടുകളിൽ താങ്കളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഏതാനും പാട്ടുകൾ എന്തായാലും ഉണ്ടാവുമല്ലോ, വേദനിക്കുന്നതോ അല്ലെങ്കിൽ മറ്റേ സന്തോഷമുള്ളതോ ഒക്കെ ആയിട്ടുള്ള ഗാനങ്ങൾ. അപ്പോൾ അതിൽ ഏതായിരിക്കും വളരെ ഒരു 2-3 പാട്ട് ഞാൻ ചോദിച്ചാൽ ഏതായിരിക്കും ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന?